ന്യൂസിലാൻഡിനെ കുറിച്ച് അറിയാം. ഒരു കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു ന്യൂസിലാൻഡ്. ഒരുപാട് സ്റ്റുഡൻസ് പോയ ഒരു രാജ്യമാണ്. പക്ഷേ ഇപ്പം ന്യൂസിലാൻഡിലേക്ക് അത്രയും ആൾക്കാർ പോകുന്നില്ല. അവിടുത്തെ കുറേ റീസെൻ്റായിട്ട് നടന്ന പോളിസി ചേഞ്ചസും പിന്നെ വിസ റൂൾസിൽ വന്ന കുറേ മാറ്റങ്ങളൊക്കെ തന്നെയാണ് അതിന് കാരണം. ന്യൂസിലാൻഡിനെ കുറിച്ച് നമുക്കിനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ബേസിക്കലി ഒരു ഐലൻഡ് നേഷനാണ് ന്യൂസിലാൻഡ്. ഓസ്ട്രേലിയയുടെ അടുത്ത് കിടക്കുന്ന രണ്ട് പാർട്ട് ആയിട്ടുള്ള രണ്ട് മേജർ ഐലൻഡ്സ് ഉള്ള ഒരു ചെറിയ കൺട്രിയാണ് ന്യൂസിലാൻഡ്. ബേസിക്കലി അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടൂറിസം അല്ലെങ്കിൽ അഗ്രികൾച്ചർ അതുപോലെ തന്നെ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇതിൻ്റെ മെയിൻ എക്കണോമി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ന്യൂസിലാൻഡ് അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രിയാണ്. അതേപോലെ വേൾഡ് ഹാപ്പിയസ്റ്റ് ഇൻഡെക്സിൽ ന്യൂസിലാൻഡ് മെയിൻ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതേപോലെ ക്രൈം റേറ്റ്സ് വളരെ കുറവുള്ള ഒരു രാജ്യമാണ്. അതേപോലെ റേസിസം കാര്യങ്ങളെല്ലാം വളരെ കുറവുള്ള ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ് എല്ലാ സിറ്റിസൺഷിപ്പ് പലപ്പോഴും നമുക്ക് ഓസ്ട്രേലിയ അല്ലെങ്കിൽ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് പാപ്പ ന്യൂ ഗിനിയ, ഫിജി ഐലൻഡ്സ് എന്നീ ഇതിലേക്കൊക്കെ ഇവരുടെ ഒരു യൂണിയൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ന്യൂസിലാൻഡ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേഷൻ വളരെ എളുപ്പമായിട്ട് നടക്കും. ന്യൂസിലാൻഡ് PR ഉള്ള ഒരു അല്ലെങ്കിൽ പാസ്പോർട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും ഇതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി ന്യൂസിലാൻഡിലുള്ള ഒരു എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, അവിടുത്തെ അതിൻ്റെ പോസിബിലിറ്റീസ് എങ്ങനെയാണ്, എൻട്രി ക്രൈറ്റീരിയാസും ഡീറ്റെയിൽസും നമുക്കൊന്ന് നോക്കാം. ബേസിക്കലി ന്യൂസിലാൻഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് ന്യൂസിലാൻഡിലുള്ളത്. ഈ സിസ്റ്റത്തിൽ 1 to 10 ലെവൽസിൻ്റെ ഉള്ളിലാണ് ഇവരുടെ ഇത് വരുന്നത്, അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്നത്. അതിൽ 1 to level 6 എന്ന് പറയുന്നത് നമ്മുടെ 12th, ലെവൽ 5 വരെ എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം 12th വരെയുള്ള ഗ്രേഡുകളാണ് വരുന്നത്. 5, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ കോഴ്സസ് ആണ് വരുന്നത്. അതുപോലെ 5, 6, 7 എന്ന് പറയുന്നത് നമ്മുടെ ബാച്ചിലേഴ്സ് ആണ്. അതേപോലെ 7 and 8 എന്ന് പറയുന്നത് PG ഡിപ്ലോമ കോഴ്സസും അതുപോലെ തന്നെ 9 എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമും 10 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ PhD പ്രോഗ്രാംസ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ്, PhD പ്രോഗ്രാംസ്, റിസർച്ച് പ്രോഗ്രാംസ് ആണ്. സോ ബേസിക്കലി നമ്മളുടെ ഇവിടെ നിന്ന് ഈ ലെവൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അവിടുത്തെ സ്റ്റേ ബാക്കിന് നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ളത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. ബേസിക്കലി ന്യൂസിലാൻഡ് പോലൊരു രാജ്യം നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അക്കാഡമിക് പ്രോഗ്രാംസ് ആണ് സാധാരണയായിട്ട് റൺ ചെയ്യുന്നത്. ബേസിക്കലി 3 year ഡിഗ്രി തൊട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും PhD പ്രോഗ്രാംസും യൂണിവേഴ്സിറ്റികളിലാണ് ഉള്ളതെങ്കിൽ പോളിടെക്നിക്കൽ വോളണ്ടറി പ്രോഗ്രാംസും അവിടുത്തെ ജോബ് സ്കിൽഡ് റിക്വയർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുമാണ് ന്യൂസിലാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പോളിടെക്നിക്കിൽ നമുക്കറിയാവുന്ന പോലെ 1 year അല്ലെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സസ് തൊട്ട് ലോങ് ഡ്യൂറേഷൻ കോഴ്സസ് വരെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഈ ഡിപ്ലോമാസ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളുടെ ഡിഗ്രി ആക്കിയെടുക്കാനും പോസിബിലിറ്റി ന്യൂസിലാൻഡിലുണ്ട്. ബേസിക്കലി ന്യൂസിലാൻഡിൽ ചെയ്യുന്ന കുട്ടികൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം IELTS ആണ്. IELTS ഇൻഡിവിജ്വൽ 6, ബാങ്ക് സ്കോർ 6.5. PTE അല്ലെങ്കിൽ ടോഫലും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഡ്യുവലിംഗോ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് എല്ലാം റെഡി ആക്കിയതിന് ശേഷം മാത്രമേ ന്യൂസിലാൻഡിലേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ന്യൂസിലാൻഡ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ നമ്മൾ ന്യൂസിലാൻഡിലേക്ക് നമ്മളുടെ ഡോക്യുമെൻ്റ് മൂവ് ചെയ്യുമ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ടത് CV, നമ്മുടെ പാസ്റ്റ് എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം, അതുപോലെ തന്നെ റെഫറൻസ് വേണം, SOP വേണം, പിന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം. ന്യൂസിലാൻഡിലെ മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ആപ്ലിക്കബിൾ അല്ല. വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസ് വാങ്ങാറ്. പക്ഷേ നമ്മളുടെ പ്രൊഫൈൽ അത്രയും ആ ഇൻസ്റ്റിറ്റ്യൂഷനും ആ കോഴ്സിനും മാച്ചിങ് ആണെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രൊഫൈൽ കൊടുത്ത് നമുക്കൊരു ഓഫർ ലെറ്റർ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലി ന്യൂസിലാൻഡിൽ ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 to 4 months മിനിമം നിങ്ങൾക്ക് എടുക്കും. 4 to 5 months മിനിമം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് ഓഫർ ലെറ്റർ കിട്ടി വിസ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ടി വരും. മോസ്റ്റ്ലി ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വലിയൊരു ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ എല്ലാ റീജിയണിലും പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസ് ഒന്നുമില്ല. മെയിൻ ആയിട്ടുള്ള ഓക്ലൻഡും അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ കുറച്ച് സിറ്റി ഏരിയാസ് മാത്രമാണ് അത്യാവശ്യം ബിസി ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ബാക്കിയെല്ലാം വളരെ കാം ആൻഡ് ക്വയറ്റ് റീജിയൻ ആണ്. ന്യൂസിലാൻഡിൽ കമ്പാരിറ്റീവ്ലി ഫീസ് കുറവാണ്. ഏകദേശം $12,000
തൊട്ട് $22,000 വരെയൊക്കെയാണ് ആവറേജ് ഒരു കോഴ്സിന് ഫീസ് വരിക. പക്ഷേ ന്യൂസിലൻഡിലെ ഒരു പോളിസി വെച്ചിട്ട് അവർ നമ്മുടെ ചിലപ്പോൾ ഫുൾ ഫീസും ട്രാൻസ്ഫർ ചെയ്യാനും ചിലപ്പോൾ ലിവിങ് എക്സ്പെൻസും ഒന്നിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ വരെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ന്യൂസിലൻഡിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വിസ പ്രോസസ്സിന് പോണ സമയത്താണ് നോർമലി ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരികയും അതിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്യേണ്ടതും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ് വരുമ്പോൾ സ്റ്റുഡൻസിന് അത് ഇച്ചിരി ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടോ കാര്യങ്ങളോ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും. ബേസിക്കലി ന്യൂസിലാൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ഫാം റിലേറ്റഡ് ആയിട്ടുള്ള മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതുപോലെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത്, നഴ്സിംഗ്, ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും ന്യൂസിലാൻഡിൽ അവൈലബിൾ ആണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഡിപ്ലോമ ചെയ്തിട്ട് നമുക്ക് ലെവൽ അപ്പ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റീസ് അഡ്മിഷൻ എടുക്കാം. യൂണിവേഴ്സിറ്റീസ് എപ്പോഴും പോളിടെക്നിക്സിനേക്കാളും എക്സ്പെൻസീവ് ആയിരിക്കും. ബേസിക്കലി ലെവൽ 7, 8, 9, 10 ഈ കാറ്റഗറിയിലേക്ക് പോണ സ്റ്റുഡൻസിനാണ് അവിടെ 3 years സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്. ഈ ലെവൽ 5, 6 ചെയ്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് സ്കിൽഡ് കാറ്റഗറിയിലുള്ള ഒരു കോഴ്സാണ് അല്ലെങ്കിൽ പ്രൊഫഷനാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെയിം ലൈക്ക് സ്റ്റേ ബാക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ UK മറ്റുള്ള കൺട്രീസിലുള്ള പോലെ തന്നെ ന്യൂസിലാൻഡിലും ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് ഗ്രീൻ ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഗ്രീൻ ലിസ്റ്റിലുള്ള ഒരു ആളാണ്, ആ ഒരു കോഴ്സാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതേ പ്രൊഫഷനാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, അതേ ലെവലാണ് എടുത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ PR എളുപ്പം കുറേ കൂടെ ഷോർട്ടർ ആയിട്ടുള്ള ഡ്യൂറേഷനിൽ കിട്ടും. 2 yearsനുള്ളിൽ നിങ്ങൾക്ക് PR പോസിബിൾ ആണ്. മറ്റേതാണെങ്കിൽ പഴയ നിയമം പോലെ തന്നെ 7 years നിങ്ങൾക്ക് ഡ്യൂറേഷൻ എടുക്കും നിങ്ങൾക്ക് PR എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡ് എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ അവരുടെ ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റിലുള്ള കോഴ്സസ് ഏതാണ്, ഈ ഗ്രീൻ ലിസ്റ്റിലുള്ള കോഴ്സസ് ഏതാണെന്ന് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ നല്ലതായിരിക്കും. ഓക്കെ, സോ ന്യൂസിലാൻഡ് നോക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. മറ്റേത് കൺട്രീനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക പ്ലീസ്. ഞങ്ങൾക്കും കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.